ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ കുറച്ച് മുമ്പ് പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലക്കാടിൽ കുറേ സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്തു. പക്ഷേ ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ സാധാരണ പാലക്കാട് പോയി കഴിഞ്ഞാൽ എന്തായാലും പോകുന്നൊരു സ്ഥലമായിരിക്കും മലമ്പുഴ ഡാം. അപ്പോൾ ഡാമിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് ഞാൻ ഈ പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എത്താൻ പോകുന്നത്. തെക്കേ മലമ്പുഴ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അടിപൊളിയാണ്. നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സീനിക് ബ്യൂട്ടി ആസ്വദിച്ച് കുറേ നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ മലമ്പുഴ ഡാമിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡുണ്ട്. അതിലൂടെ നേരെ പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തെക്കേ മലമ്പുഴയിലെത്തും. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റോപ്പ് വേൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലേ, അവിടെ കയറുമ്പോൾ നമ്മൾ താഴെയായിട്ട് റോഡ് പോകുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഒരു റോഡ്. ആ റോഡിലൂടെ നേരെ പോന്നാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ കാണും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരുന്ന വഴിയിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ നാടൻ തട്ടുകടകളും ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചാൽ മതി, അവർ വഴി പറഞ്ഞു തന്നോളും. പാലക്കാട് വരുമ്പോൾ അധികം ആരും പോവാത്തതും എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് കവ ഐലൻഡും തെക്കേ മലമ്പുഴയും. കവ ഐലൻഡും നമ്മളുടെ മലമ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതിൻ്റെ വേറൊരു സൈഡിലായിട്ടാണ് വരുന്നത്. അവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം അവിടെയും പോകണം. പിന്നെ ഈ ഒരു സ്ഥലം ഡാം റിസർവോയറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. ഡാമിലെ വെള്ളത്തിനനുസരിച്ചൊക്കെ ഇവിടെ മാറ്റം വരും. പിന്നെ മഴക്കാലമാണെങ്കിലും നമുക്ക് ഇത്രയധികം ദൂരം ഡ്രൈവ് ചെയ്യാനൊന്നും കഴിയണമെന്നില്ല. ഇവിടെയൊക്കെ ചിലപ്പോൾ വെള്ളം മൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയണമെന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ വന്ന ടൈം അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ വരുന്ന വഴിയിൽ ഫുള്ള് ഇങ്ങനെ മണലിട്ട പോലെയാണ്. നമ്മളെ ബീച്ചിലേക്കൊക്കെ പോകുന്ന റോഡ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം അവിടെ കാണുന്നുണ്ട്, എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളുടെ കുറച്ച് നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മളുടെ തെക്കേ മലമ്പുഴയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവിൻ ബീച്ച് പോലെയൊക്കെയാണ്. നമുക്കിത് ഈ കാണുന്ന സ്ഥലം വരെ കാറ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും കുട്ടികളെ കൊണ്ടൊന്നും ഇത്രയും ദൂരം നടന്നൊന്നും വരില്ല. നമ്മളിവിടെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. ഒരു പെർഫെക്റ്റ് ടൈമാണ്. നമുക്ക് ചെറിയൊരു വെയിലുള്ളൂ, എന്നാലും അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം ചുറ്റും മലയായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ പോലത്തെ സൗണ്ടും, ബീച്ചാണോ എന്ന് ചോദിച്ചാൽ ബീച്ചല്ല, എന്നാൽ ബീച്ച് പോലെ തന്നെയാണ് കേട്ടോ. നല്ല വേവ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും. പാലക്കാട് വരുമ്പോൾ ഇനിയിപ്പോൾ ബീച്ചില്ലാത്ത വിഷമം നമുക്ക് മാറിക്കിട്ടി. മഴയില്ലാത്ത ടൈമാണെങ്കിൽ ഇനി എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ. ചുറ്റും മലയും പിന്നെ നല്ല രസമുള്ളൊരു കാറ്റൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു ഈവനിങ് ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. എന്തായാലും നിങ്ങളൊക്കെ ഇനി എപ്പോഴെങ്കിലും പാലക്കാട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം എപ്പോഴേലൊക്കെ വിസിറ്റ് ചെയ്യുക. ഹിലുവിനപ്പോൾ ഇത് ബീച്ചായാലും റിസർവയർ ആയാലും ഒക്കെ സെയിം ആണ് കേട്ടോ. അവൾ ബീച്ച് ബേബിയാണ്. അവൾക്ക് വെള്ളം കണ്ടാൽ മതി, അത്രയും സന്തോഷമാണ്. അപ്പോൾ അവളിവിടെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇറക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ, കളിക്കട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കുറച്ച് വേരുകളൊക്കെ ഉണ്ട് അടിയിൽ. ഇവിടെയൊക്കെ വെള്ളം കയറി നിൽക്കുന്ന സമയത്തൊക്കെ ചെടികളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ വേരുകളുണ്ട് താഴെ. പിന്നെ വെള്ളം ഇങ്ങനെ എപ്പോഴും കെട്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് ചതുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. ചതുപ്പുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്ന കാരണം അധികം മുന്നോട്ടൊന്നും പോകരുത്, ദൂരെയൊന്നും പോകരുത് എന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇവിടെ കുറേ മുന്നോട്ടൊക്കെ പോയിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന ആൾക്കാരൊക്കെ അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ. നമ്മൾ സാധാരണ പാലക്കാട് ടൗണിൽ കാണുന്ന ആ ചൂടോ റഷോ ഒന്നുമില്ല. അവിടെ നിന്നൊക്കെ മാറി നല്ലൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാം. എന്നാൽ ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം ഇല്ല, അടുത്ത് തന്നെയാണ്. പിന്നെ ചുറ്റും ഈ ഒരു മലയൊക്കെ ഉള്ളത് കാരണം ഒരു റിഫ്രഷിങ് മൂഡും വൈബൊക്കെയാണ് കേട്ടോ. നമുക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്ഥലം. അപ്പോൾ പാലക്കാട് ഇനി എന്താ കാണാനുള്ളതെന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.